ഇനിയും വൈകരുത് മാലാഖയാകുവാൻ. കർത്താവിൽ പ്രിയരെ, മനുഷ്യന് മാലാഖയാകുവാൻ വീണ്ടും ദൈവം അവസരം നൽകുന്നു. ആർദ്രതയോട് ദൈവത്തോടും മനുഷ്യനോടും സംവദിക്കുവാൻ 50 ദിനങ്ങൾ. മനുഷ്യപുത്രൻ മരണത്തിൽ നിന്നും ഉയർപ്പിലേക്കും കടക്കുമ്പോൾ നമുക്കും മനുഷ്യ സ്വഭാവത്തിൽ നിന്നും ദൈവ സ്വഭാവമുള്ള മാലാഖമാരായി രൂപാന്തരപ്പെടുവാൻ പരിശുദ്ധ വലിയ നോമ്പ് സമാഗതമാകുന്നുവല്ലോ. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുവാൻ ഇറങ്ങിയതായ തമ്പുരാൻ ആദ്യമായി അടയാളമായി മാറിയത് ഒരു വിവാഹ ഭവനത്തിലാകുന്നു, കാനാവിൽ. വേദം ഇപ്രകാരം സാക്ഷിക്കുന്നു: 3-ാം നാൾ ഗലീലിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. മാനവരാശി ഉള്ളതായ കാലം ഓർമ്മിക്കപ്പെടുന്നതായ ഒരു വീടാകുന്നു അത്. ഇപ്രകാരമാകുന്നു വേദം നമ്മെ ഓർപ്പിക്കുന്നത്. 3-ാം ദിനമായിരുന്നു ആ വിവാഹം. എന്നും വേദപുസ്തകത്തിൽ പ്രതീക്ഷ നൽകുന്നതായ ദിനമാകുന്നു 3-ാം ദിനം. അനുസരണക്കേടിൽ നിന്നും യോനാ നബി തിരിച്ചു വന്നതായ ദിനം. പ്രവാചകന്റെ ഭാഷയിൽ ഹോശയ്യ അരുളുന്നു: 3-ാം ദിനം അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിനമാകുന്നു. നമ്മുടെ രക്ഷകൻ 3-ാം ദിവസമാകുന്നുവല്ലോ മരണത്തിൻ്റെ കോട്ട വിട്ട് പുനരുത്ഥാനത്തിൻ്റെ ജീവനിലേക്ക് കടന്നത്. ഇവിടെ ഇതാ കാനാവിൽ സൗഹൃദത്തിൻ്റെ താഴ്വരയിൽ ക്രിസ്തു എന്ന ചെറുപ്പക്കാരൻ 3-ാം ദിനം പുതിയ വീഞ്ഞിനെ നൽകുന്നുവല്ലോ. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞതായ സ്നേഹിതൻ്റെ തീന്മേശയിൽ ഇനിയും പ്രതീക്ഷ നൽകുന്നതായ 3-ാം ദിനത്തിൻ്റെ വീഞ്ഞ് പകരുന്നു അവൻ. അവസാനമെല്ലാം ആരംഭമാകുന്നു എന്നാകുന്നു ക്രിസ്തു അവിടെ പറഞ്ഞത്. നല്ല സ്നേഹം പങ്കിടുവാനും നല്ല സ്നേഹിതരെ തേടുവാനും എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഈ 3-ാം ദിനം. ഇത് ലഹരിയുടെ ഒരു കാലഘട്ടമാണല്ലോ. ലഹരിക്ക് വേണ്ടി ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതായ കാലമാകുന്നു. ലഹരിയില്ലെങ്കിൽ ബന്ധങ്ങൾ ഇല്ല എന്നുള്ളതായ കാലം. എന്നാൽ സൗഹൃദങ്ങൾക്ക് നിറം പകരുവാനാകുന്നു ക്രിസ്തു എന്ന ചെറുപ്പക്കാരൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. കാലിടറുമ്പോൾ സൗഹൃദങ്ങൾക്ക് തണലേകുവാൻ നീയില്ലെങ്കിൽ സുഹൃത്തെ പിന്നെ ആരാകുന്നു? നമ്മൾ മൂലം നമ്മുടെ സുഹൃത്തുക്കളുടേതായ കുനിഞ്ഞു പോയതായ മുഖം ഉയരുവാൻ ഈ നോമ്പുകാലം ഇടയാകട്ടെ. നമ്മൾ പങ്കുവെക്കേണ്ടത് ഇന്ന് വരെ കാണാത്തതായ മേൽത്തരമായ വീഞ്ഞിൻ്റെ അനുഭവമാകുന്നു. അതായത് പങ്കുവെക്കേണ്ടതും ചേർത്ത് നിർത്തേണ്ടതും നല്ല വർത്തമാനങ്ങളും നല്ല ചിന്തകളും നല്ല പ്രതീക്ഷകളുമാകാം. കാനാവിൽ തുടങ്ങിയതായ അത്ഭുതം കാൽവറിയാകുമ്പോഴും താൻ സ്നേഹിച്ച മനുഷ്യർക്കായി അവസാന തുള്ളി രക്തം വീഞ്ഞായി മാറ്റിയ ക്രിസ്തുവിൻ്റെ ആ നല്ല സൗഹൃദം നമുക്ക് ഓർമ്മിക്കാം. സൗഹൃദമെന്നും ഒരു ലഹരിയായി നമുക്ക് സൂക്ഷിക്കാം. ലഹരിക്കായിട്ടുള്ളതായ ഒരു സൗഹൃദങ്ങളും നമുക്ക് വേണ്ട. അവസാനമായി അവൻ അവരോട് ആവശ്യപ്പെടുന്നത് ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കുവാനായി വക്കോളം നിന്റെ പാത്രങ്ങളിൽ നിറയ്ക്കുവാനാകുന്നു. നിറഞ്ഞു കവിയുന്നതായിട്ടുള്ള ഒരനുഭവമാകുന്നുവല്ലോ ക്രിസ്തു മനുഷ്യരിൽ നിന്നും ആവശ്യപ്പെടുന്നത്. മറ്റു മനുഷ്യരിൽ നിറയുവാനായി സൃഷ്ടിച്ചതായ നമ്മൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു നിഴലായി പോലും കൂടെ നിൽക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് എന്തോരം സങ്കടപ്പെടുത്തുന്നതാകുന്നു. ഒഴിഞ്ഞ ഭരണിയായി മാറുവാനല്ല നോമ്പ് നമ്മെ വിളിക്കുന്നത്, മറിച്ച് നിറഞ്ഞ കൽപ്പാത്രങ്ങളാകുവാനാകുന്നു നോമ്പ് നമ്മെ വിളിക്കുന്നത്. കാൽ കഴുകുവാൻ വെച്ചിരുന്ന കൽപ്പാത്രങ്ങൾ ഇനി നിന്റെ തീന്മേശകളിലേക്കും മറ്റു മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കും ചേക്കേറുവാനുള്ള കാലമാകുന്നു ഈ നോമ്പ്. മനുഷ്യഹൃദയങ്ങളിൽ നിറയുന്ന നല്ല വീഞ്ഞായി നമുക്ക് മാറാം. ആമേൻ.